ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആനുവൽ ഡേൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളത്തെ ലാസ്റ്റ് ആനുവൽ ഡേൻ്റെ വ്ളോഗാണിത്. പിന്നെ അതിന് മുന്നേ ജസ്റ്റ് ഞാൻ മുന്നേ കുറച്ച് ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഞാൻ മഷുവിൻ്റെ ബർത്ത്ഡേക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയ വ്ളോഗിൻ്റെ കുറച്ച് ക്ലിപ്സാണ്. അപ്പോൾ April 1 തന്നെയാണ് നമുക്ക് ആനുവൽ ഡേ വരുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. പിന്നെ മഷുവിൻ്റെ ബർത്ത്ഡേ കൊണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വന്നപ്പോഴത്തേന് നല്ലോണം ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പോകാമെന്നില്ല പ്ലാനിലായിരുന്നു. പക്ഷേ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നപ്പോൾ പിന്നെ ഞാൻ സ്കൂൾക്ക് പോയപ്പോഴത്തേന് 3 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. 3 മണിക്ക് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അപ്പത്തിന് തന്നെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ നേരെ പുറത്തു കൂടെ പോയി നടക്കായിരുന്നു. ജിക്കാരുടെ പ്രോഗ്രാമും കുറെ സ്പീച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ടൈമിൽ നമ്മൾ പുറത്തു പോയി വിചാരിച്ചു. കാരണം ആകെ 44 പ്രോഗ്രാമാണുള്ളത്, അതിൽ നമ്മൾ 41 ആണ്. സോ കുറേ ടൈം ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ പുറത്തു കൂടെ നടക്കാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 മണിക്കാവുമ്പോഴത്തേന് എത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഒരു 4 മണിക്കാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേറ്റ് നമ്മൾ 3 ആളും പാടെ ജസ്റ്റ് പോയിട്ടായിരുന്നു. നമ്മൾ ഇവിടെ എല്ലാവരും മോര് സോഡ അങ്ങനെ സോഡകളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മളെപ്പോഴും കൊടുക്കും എക്സാമിൻ്റെ ടൈമിലൊക്കെ നമുക്ക് ഉച്ചക്കാണുള്ള എക്സാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ട് ഇതാണ് നമ്മുടെ ക്ലാസ്. അങ്ങനെ നമ്മൾ എപ്പോഴും പോകലൊന്നുമില്ല. കാരണം ചില ടൈമിൽ നമ്മളെ എന്താ പറയുക എക്സാമൊക്കെ തുടങ്ങാനാകുമ്പോഴേക്കും എത്തുണ്ടാവും. അപ്പം അങ്ങനെയൊന്നും പോകലില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഉറുദു സംഘഗാനത്തിനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ മാറ്റിയിരിക്കുന്നു. അങ്ങനെ ഉറുദു സംഘഗാനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ പിന്നെ ആ ഡ്രസ്സ് ചേഞ്ച് ആക്കിയെന്ന്. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ആക്കിയിട്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് തന്നെ ഇട്ടിട്ടായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറുദു സംഘഗാനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും പുറത്തു കൂടെ ഒക്കെ പോയി നടക്കായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് റെഡി ആവുമായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ ജസ്റ്റ് എടുക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയതാണ്. പിരിയും സങ്കടമൊന്നുമില്ല, ചെറിയ വിഷമമുള്ളൂ. ചെറിയതോ നല്ല വിഷമമുണ്ട്. മൂന്നാമത് ഇത് വെക്കട്ടോ. എന്താ നമ്മൾ ജസ്റ്റ് എല്ലാവരും മാറ്റിൽ കഴിഞ്ഞിട്ട് റെഡി ആയപ്പോൾ നമ്മളൊരു ചെറിയ ഫിച്ചൊക്കെ എടുക്കാൻ വിചാരിച്ചു. ബട്ട് അതൊന്നും റെഡി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അപ്ലോഡ് ആക്കണില്ല. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും എന്താ പറയുക പ്രോഗ്രാം നടക്കുന്നിടത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പത്തിന് നല്ലോണം ക്രൗഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലോണം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോൾ അത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ അതിൻ്റെ ഇടയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് പിന്നെ നമുക്ക് പോകാമെന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാതെ നമ്മള് സ്കൂളിന് ബാക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എവിടെയാണ് ഇരിക്കല്, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയാണ് അധികം ഇരിക്കല്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ആയിട്ട് അവിടെ ഒന്നും കൂടി പോയിരുന്നിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനൊരു 6-6:30 ആയപ്പോൾ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചും കൂടി പ്രോഗ്രാം കണ്ടിട്ട് പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ ആ മോര് സോഡ കുടിക്കാൻ വേണ്ടി പോയി. പറയുമ്പോൾ നമുക്ക് മോര് സോഡ എന്നാണ് വരിക. ബട്ട് നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നത് പൈനാപ്പിൾ സോഡയും അതുപോലെ മുന്തിരി സോഡ ഒക്കെ ആയിരുന്നു. അടുത്ത പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും എടുക്കുക വരില്ല. കാരണം അടുത്ത് നല്ല ടേസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കുടിച്ചു. നല്ല പൈനാപ്പിൾ സോഡ കുടിച്ചു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ വീണ്ടും സ്കൂൾക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറച്ചത്തേക്ക് റിട്ടായപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് സ്കൂൾക്ക് പോയി. അങ്ങനെ പിന്നെ അവിടെ ചെന്നപ്പോൾ കുറേ ആൾക്കാർ ഗ്രീൻ റൂമിൽ പോയിട്ട് മാറ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ലാസ്റ്റാണ് പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായിടത്തേക്കും പോയി കാണുന്നു. കുറേ കുട്ടികൾ ഗ്രീൻ റൂമിൽ പോയിട്ട് ഇങ്ങനെ ഒപ്പനക്കും അങ്ങനത്തെ ടൈപ്പ് എന്താ പറയുക കളികൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും മാറ്റിയായിരുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമ്മളില്ലാതെ ഇങ്ങനെ കണ്ടിരിക്കുന്നു. ഈ പടക്കം പൊടിച്ചു. അപ്പോൾ എല്ലാവരും വേറെ വേറെ സ്കൂളിലാണ് കഴിച്ചു. അപ്പോൾ ഇവരൊക്കെ മിസ്
അപ്പം നമ്മളെ ക്ലാസ് ടീച്ചറൊക്കെ റിട്ടയർഡ് ആവുകയാണ്. അപ്പം നമുക്ക് നല്ല സങ്കടമുണ്ട്, കാരണം ടീച്ചർ അടിപൊളിയാണ്, നല്ല പാവാണ്. തന്നെ ഞാൻ പറയാൻ പറഞ്ഞു, പിന്നെ നമ്മൾ ഇപ്രാവശ്യത്തെ ആനുവൽ നമ്മൾ 2 ടീച്ചേഴ്സ് റിട്ടയർഡ് ആവുന്നുണ്ട്. ഒന്ന് നമ്മളെ ക്ലാസ് ടീച്ചറാണ്, ടീച്ചർ ഭയങ്കര അടിപൊളിയാണ്. സ്കൂളിലേക്ക് 5ാം ക്ലാസ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 3 കൊല്ലം ടീച്ചറാണ് മാത്സ് പഠിപ്പിച്ചത്. അപ്പോൾ ടീച്ചറായിട്ട് നമ്മൾ നല്ല കമ്പനി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചർ പോകുന്നത് നമുക്ക് നല്ല സങ്കടമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹിന്ദി ടീച്ചർ കഴിഞ്ഞിട്ട് സമ്മേളനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ടൈം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മളെ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അമാനി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഗൈസ്, ഇതാണ് നമ്മളെ ആനുവൽ ഡേൻ്റെ വ്ളോഗ്. ഇനി ഇതുപോലത്തെ ഒരു വ്ളോഗ് ചിലപ്പോൾ മേ ബി എടുക്കണുണ്ടാവില്ല, കാരണം എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ലാസ്റ്റത്തെ ദിവസമാണ്. അതാണ് നമ്മൾ ആനുവൽ ഡേൻ്റെ ഒരു തട്ടിക്കൂട്ട് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സോ ദാറ്റ് ഈസ് ഫോർ ടുഡേ. ബൈ ഗൈസ്.